നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്താണ്. തരംഗ് കാർഷിക മേളയിലാണ്. ഇത് നബാർഡാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നബാർഡ് SFACയുടെ സഹകരണത്തോടുകൂടി ONDCയുടെ സഹകരണത്തോടുകൂടി നടത്തിയ പരിപാടിയാണ്. CGM ബൈജു കുറുപ്പ് സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് FPOകൾക്ക് വേണ്ടി, അതായത് കാർഷിക മേഖലയിലുള്ള വലിയ പ്രസ്ഥാനങ്ങളാണ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, കാർഷികോൽപാദക കമ്പനികൾ. കേരളത്തിലെ നബാർഡിന് കീഴിലുള്ള FPOകൾക്ക് വിപണന പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത് പ്രത്യേകമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള FPOകൾ ഈ കാർഷിക വിപണന മേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. CGM തന്നെയായിട്ടുള്ള ബൈജു കുറുപ്പ് സാറിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വലിയ പങ്കാളിത്തമുണ്ടായി. വലിയൊരു വിപണി സാധ്യതയാണ് എല്ലാവർക്കും ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓൺലൈൻ വിപണിയിലേക്ക് കാർഷിക ഉൽപ്പാദക കമ്പനികളെ മാറ്റുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു B2B തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. അതുകൊണ്ട് തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുള്ള FPOകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമായിരുന്നു ഇത്. ആദ്യ വിൽപ്പന നടത്തിയതും നബാർഡ് അധികൃതർ തന്നെയാണ്. വടകര കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ നീര, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അവരിൽ നിന്ന് ആദ്യ ഉൽപ്പന്നം വാങ്ങി നബാർഡ് അധികൃതർ തന്നെ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. അതുപോലെ ONDCയുടെ ആളുകളുണ്ടായിരുന്നു, പ്രതിനിധികളുണ്ടായിരുന്നു. വിവിധ കമ്പനികളെ പ്രതിനിധീകരിച്ചുള്ള ആളുകളുണ്ടായിരുന്നു. SFACയെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. നബാർഡിൻ്റെ GM ജെയിംസ് സാറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പ്ലാറ്റ്ഫോം ആളുകൾക്ക് സൗകര്യം ഒരുക്കി. എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ച് അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവരിന്ന് ഇവിടെ വരും. അപ്പം നിങ്ങളുടെ അവരുടെ പ്ലാറ്റ്ഫോമിൽ ദൂരത്തുകാർക്ക്, പ്രത്യേകിച്ച് ഇവിടെ പട്ടണത്തിൽ മാത്രം വസിക്കുന്നവർക്ക് ഇതൊരു നല്ല ഒരു ഇതായിരിക്കും. അപ്പോൾ ശുദ്ധമായ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു പാക്കറ്റ് 2 ചിപ്സ് കഴിച്ചപ്പോഴത്തേക്കും അല്ലേ, ആ ചിപ്സിൻ്റെ അകത്ത് ആ വെളിച്ചെണ്ണയുടെ ആ മണം തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, 2-3 കൂടെ കഴിക്കാനുള്ള ഓട്ടോമാറ്റിക്കലി തോന്നുന്നത്. അതുപോലെ ആയിരിക്കും ഇവിടുത്തെ എല്ലാം ഒട്ടുമിക്ക പ്രോഡക്റ്റും. കേരളത്തിൻ്റെ കാസർഗോഡ് ജില്ലയിൽ മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള കർഷക കൂട്ടായ്മകളുടെ പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ കർണാടകത്തിൽ നിന്നും ഒക്കെയുള്ള പ്രോഡക്ട്സ്, കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 5-6 കർണാടക ഏജൻസീസിനെ അതിലുപരി ഇവർ കൃഷി ഉൽപ്പാദനങ്ങളും ഇവിടെ വരുന്നവർക്ക് കൊടുക്കും. അതിലുപരി ഞാൻ കാണുന്ന വേറൊന്നും വെച്ചാൽ ONDC പ്ലാറ്റ്ഫോമിലോട്ട്, ഓപ്പൺ നെറ്റ്വർക്ക് ഡിജിറ്റൽ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലോട്ട്, അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പ്ലാറ്റ്ഫോം പോലെ അവർ ONDCക്കാർ ഇതിൻ്റെ ഇവിടെ ഉണ്ട്. അവർ എല്ലാ പ്രോഡക്റ്റിനെയും ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിനെയും ആ കമ്പനിയുടെയും ഇതും ONDC പ്ലാറ്റ്ഫോമിലോട്ട് എങ്ങനെ അത് ലിങ്ക് ചെയ്യാമെന്നുള്ള ഇത് നോക്കണം. ONDC പ്ലാറ്റ്ഫോം ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും അതിൻ്റേതായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഇനീഷ്യൽ ഓപ്പണിംഗ് വരും. അത് തന്നെ ഇപ്പോൾ അത് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇന്ത്യ മൊത്തക്കും പ്ലാറ്റ്ഫോം വരുമല്ലോ. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലോട്ട് ഇന്ത്യയിൽ എവിടെ ഇരുന്നാലും ഇത് കിട്ടും. അപ്പോൾ അവർക്കൊരു നല്ലൊരു കർഷകർക്കൊരു ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കാൻ പറ്റിയൊരു അവസരം മിക്കവരും അറിഞ്ഞു കാണത്തില്ല. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ONDC പ്ലാറ്റ്ഫോം. മാക്സിമം പ്രയോജനം പ്രൊഡ്യൂസേഴ്സിന് കിട്ടാമെന്നാണ് അതിൻ്റെ ബേസിസ്. നബാർഡും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ അതിലോട്ട് കൂടെ കിട്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഞങ്ങളുടെ മെയിൻ ഉദ്ദേശമായി ഇവർക്കൊരു നല്ലൊരു വിപണന ഏരിയ, കർഷകർക്ക് ആളുകൾക്ക് വാങ്ങിക്കുന്നത് വേറൊരു ഇത്, കൺസ്യൂമേഴ്സിൻ്റെ ഇത്. പക്ഷേ ബേസിക് ഞങ്ങളുടെ ഫോക്കസ് എന്ന് വെച്ചാൽ നബാർഡ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എൻറ്റിറ്റി ആയതുകൊണ്ട് ഈ കർഷകർക്ക് അവരുടേതായ ഉൽപ്പന്നങ്ങൾക്ക് കൂടെ അവർക്കൊരു നല്ലൊരു മൂല്യവർദ്ധിത വില അല്ലെങ്കിൽ ഒരു നല്ലൊരു വില അതിന് കിട്ടും. ആ പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. വയനാട്ടിൽ നിന്നുള്ള വേഫാം വയനാട് പ്രൊഡ്യൂസർ കമ്പനി വാക്വം ഫ്രൈഡ് ചിപ്സും ഒക്കെ ആയിട്ടാണ്, നെല്ലിക്ക കാന്താരി കാപ്പി, വയനാടൻ കാപ്പി, തേയിലൊക്കെ ആയിട്ടാണ് സ്റ്റാളിലെത്തിയത്. ഈ തരംഗ് കാർഷിക മേളയിൽ ഇനി അല്പം നല്ലത് വാങ്ങിയാലോ എന്ന് തന്നെയായിരുന്നു ഏറ്റവും നല്ല ക്യാപ്ഷൻ. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് വലിയൊരു അവസരമായി ഇത്. പിന്നീട് B2Bയുടെ ഭാഗമായി FPO പ്രതിനിധികളുമായി ഒരു ചർച്ചയുണ്ടായിരുന്നു. അതായത് തുടർന്ന് എല്ലാ FPOകളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ
വാങ്ങാം, വിൽക്കാം, ഔട്ട്ലെറ്റുകളിൽ എങ്ങനെ എത്തിക്കാം, സൂപ്പർ മാർക്കറ്റുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള ചർച്ചയാണ് ജെയിംസ് സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. കേരളത്തിലെ FPO കൺസോർഷ്യം ഭാരവാഹികളും അതുപോലെ തന്നെ മറ്റ് FPO പ്രതിനിധികളെല്ലാം ഈ ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് അങ്ങോട്ടും എല്ലാവർക്കും ഒരു വലിയ വിപണി സാധ്യത ONDC ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടാതെ കേരളത്തിലെ പല FPOകൾക്ക് കീഴിലുമുള്ള ഔട്ട്ലെറ്റുകളിൽ വിൽക്കാനുള്ളൊരു സൗകര്യം കൂടി ഒരുക്കാമെന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയൊരു വിപണി സാധ്യതയാണ് കേരളത്തിലുടനീളം വരാൻ പോകുന്നത്. FPOകളുടെ ഉൽപ്പന്നങ്ങൾ ഇനി ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കർഷകരിൽ നിന്ന് തന്നെ നേരിട്ടെത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുവനന്തപുരത്ത് നടത്തിയ തരംഗ് കാർഷിക മേളയിൽ നടന്ന B2Bയുടെ ഭാഗമായി വയനാട്ടിൽ നിന്നുള്ള വേഫാം FPOയുടെ പ്രോഡക്റ്റുകൾ തിരുവനന്തപുരം നേമം ജീവനി ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ അത് കേരള അഗ്രോ ബ്രാൻഡിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സെയിലാണ്. ഓക്കെ, കൈനീട്ട് ഉഷാറാവട്ടെ. 30 കർഷകരെയും ഫാമേഴ്സിനെയും കൂടെ ചേർത്തുകൊണ്ട് ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ട് അതാത് പ്രദേശത്ത് അവരെ കൂട്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവയ്ക്കാൻ ഒരു സ്പേസ് കണ്ടെത്തും. ആ സ്പേസിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവയ്ക്കുകയും അവിടെ ഞങ്ങളൊരു സ്റ്റാഫിനെയും ഈ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് മാർക്കറ്റിലാണ് ആനേറ. അത് വലിയ വൻ സക്സസ് ആയിരുന്നു. അടുത്ത് ഇനി എല്ലാ പഞ്ചായത്തിലും ഓരോ ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്ലാനാണ്. ഇപ്പം സിറ്റിക്കകത്ത് ഇപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഓർഡർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ പ്രദേശത്തുള്ള 30 കർഷകരും 30 സംരംഭകരും ഒരു ഷോപ്പിൽ 30 പേരെയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത്. 100% ജെന്യുവിനാണ് അതിനകത്ത്. അപ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ സക്സസ് ആയത് ചെയ്യുന്ന പ്രോഡക്റ്റ് ജെന്യുവിനിറ്റിയാണ് എന്നെ ഇതുവരെ അപ്പോൾ ഇത് രണ്ടാമത്തെ ഡീലാണ്. വയനാട്ടിലുള്ള വേഫാമും ആയിട്ട് രണ്ടാമത്തെ ഒരു ഡീല്. അപ്പോൾ നബാർഡിൻ്റെ CGM ബൈജുക്കുറുപ്പ് സാറുണ്ട്, വേഫാമിൻ്റെ ചെയർമാൻ. തിരുവനന്തപുരം ഹരിതോദയം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായിട്ടാണിത് ഡീല് ചെയ്യുന്നവരുടെ 5 പ്രോഡക്റ്റ്, വേഫാമിൻ്റെ 5 പ്രോഡക്റ്റ് ഹരിതോദയം എടുക്കുകയാണ്. ഓക്കെ ഓക്കെ ശരി. B2B ചെയ്യാനാണ് കാര്യം. കസ്റ്റമേഴ്സിനെ കാണുക, പക്ഷേ മറ്റുള്ളവർക്കൊരു ഇവിടെ തിരുവനന്തപുരത്തിന് ഈ നല്ല പ്രോഡക്ട്സിനൊരു മാർക്കറ്റ് ഉള്ള സ്ഥലമാണ്. പ്രീമിയം പ്രോഡക്ട്സിന് നിഷ് മാർക്കറ്റുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും അത് വാങ്ങിക്കാൻ ഒരു സ്ഥിരമായിട്ട് ആളുകളുള്ള. അപ്പോൾ അതുമായിട്ടൊരു ലിങ്ക്, ഇവരെ പോലുള്ളവരുമായിട്ടൊക്കെ ലിങ്ക് വന്നാലേ നിങ്ങൾക്ക് കിട്ടും, അവർക്ക് ലിങ്ക്. ഇപ്പോൾ കർഷകർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി നിർമ്മിക്കുന്ന സോപ്പും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മുതൽ ഗ്രോ ബാഗും ചട്ടികൾ വരെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ് പുതിയ വിപണിയിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കേരള സർക്കാരിന് കീഴിലുള്ള കേരള അഗ്രോ ഫാർമേഴ്സ് മാർക്കറ്റിലേക്ക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെല്ലാം വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഓണമാകുമ്പോഴേക്കും ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വരാൻ പോകുന്നത്. ഏതായാലും നബാർഡ് ഒരുക്കിയ ഈ ഒരു വിപണന മേള, പ്രത്യേകിച്ച് തരംഗ് കാർഷിക വിപണന മേള കർഷകർക്ക് വലിയൊരു ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ളവർക്ക് വലിയ ഉപകാരപ്രദമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാർഷികാനുബന്ധ സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റ് വീഡിയോകൾ ഇനിയും നമുക്ക് കാണാം. മറ്റ് വീഡിയോയിലൊക്കെ ഈ മേളയിൽ പങ്കെടുത്ത മറ്റ് FPOകളെ, മാതൃകാപരമായി പ്രവർത്തിക്കുന്ന FPOകളെ കുറിച്ചുള്ള ചെറു വീഡിയോകളും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കർഷകർക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കഴിയും. നല്ല മാതൃകാപരമായിട്ടുള്ള FPOകളെ പരിചയപ്പെടാൻ കഴിയും. മറ്റ് വീഡിയോയിൽ അവയെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.